അവിടുത്തെ വീടുകളെ കാണാൻ, ആയിഷ ബീവിയുടെ കൂടെ ജീവിച്ച വീടുകൾ, അതിലൂടെ പോകുമ്പോൾ കൽബ് പൊട്ടണം, അതിലേ പോകുമ്പോൾ നെഞ്ചുരുകണം. അതിൻ്റെ ചുറ്റുഭാഗത്ത് എൻ്റെ ഹബീബിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഹബീബ് പട്ടിണി കിടന്നിരുന്നു. അവിടെ എൻ്റെ ഹബീബ് ദുഃഖിച്ചിരുന്നു. പടച്ചോനെ, ഈ മദീനയിലേക്ക് പോകണമെന്ന് പറയണത് എന്താണെന്നറിയോ? കുടുംബജീവിതത്തിൽ വലിയ സങ്കടമുള്ളവരുണ്ടാവും. മദീനയിലെ റൗളയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കണം, പടച്ചോനെ ഇതാരായി കിടക്കണത്, ഇതാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കണത്? 3 മാസം ഭക്ഷണമില്ലാത്ത പട്ടിണി കിടന്ന എൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ, കൊച്ചുപ്രായത്തിലെ മരിച്ചുപോയ മകനെ ഓർത്ത് കരഞ്ഞ ഹബീബിൻ്റെ മുമ്പിൽ, പ്രിയപ്പെട്ട മകളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയ ഹബീബിൻ്റെ മുമ്പിൽ, ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം ഭാര്യയെ കബറടക്കിയ എൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ, ജനിക്കുന്നതിന് മുമ്പ് വാപ്പയെ നഷ്ടപ്പെട്ട ഹബീബിൻ്റെ മുമ്പിൽ, ജീവിച്ച ഉടനെ സ്വന്തം ഉമ്മയെ കബറടക്കിയ എൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏതൊക്കെ ദുഃഖങ്ങൾ സഹിച്ചോ അതെല്ലാം സഹിച്ചിട്ട് ഈ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച എൻ്റെ ഹബീബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമാവും. ചിന്തിച്ചാൽ പരിഹാരങ്ങളില്ല, അസ്വസ്ഥതപ്പെട്ടാൽ പരിഹാരമില്ല, ഭാര്യയുമായി വഴക്കിട്ടാൽ പരിഹാരമില്ല, രണ്ടുപേരും തമ്മിൽ കോടതിയിൽ പോയാൽ പരിഹാരമില്ല. ഹബീബിൻ്റെ ചാരത്ത് നിന്നിട്ട് ആയിഷ ബീവിയെ ഓർക്കണം, ഖദീജ ബീവിയെ ഓർക്കണം, ത്യാഗങ്ങൾ ഓർക്കണം, സങ്കടങ്ങൾ ഓർക്കണം. ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് കരുതണം. എന്നിട്ട് ഹബീബിൻ്റെ മുമ്പിൽ പോയി പൊട്ടിക്കരയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.